അവൾ ഭയം കൊണ്ട് വിറച്ച് തരിച്ചു നിന്നു. വിജനമായ പ്രദേശം, സമയം രാത്രിയും. സ്കൂട്ടർ പണിമുടക്കിയിരിക്കുന്നു. അവൾ ഭർത്താവിന് കോൾ ചെയ്തു. നശിച്ച സ്ഥലത്ത് റേഞ്ചുമില്ല. തേമ്പാമൂടിനും മണ്ണയത്തിനുമിടയിലുള്ള അപകട മേഖല, വള്ളിയർപ്പൻ കാട്. അവിടെയാണിപ്പോൾ അവൾ. കിലോമീറ്ററുകൾ നീളുന്ന റബ്ബർ കാടുകൾ, പാലും ഒപ്പം ഭീതിയും ചുരത്തുന്ന ഭയത്തിന്റെ താഴ്വര. ദൈവത്തെപ്പോലും തടഞ്ഞു നിർത്തി പിശാചിന് കോട്ട കെട്ടിയ ആകാശം തൊടുന്ന കുന്നുകൾ. സന്ധ്യ മയങ്ങിയാൽ മനുഷ്യർ തിരിഞ്ഞു നോക്കാത്ത ഭീകര മേഖല. അവൾക്ക് പ്രേതങ്ങളെയോ പിശാചുക്കളെയോ ഭയമുണ്ടായിരുന്നില്ല. പക്ഷെ ഇത്തരം സാത്താന്റെ സാമ്രാജ്യങ്ങളിൽ സാത്താന്റെ സന്തതികളായ മനുഷ്യർ കാണും. അവരെ അപേക്ഷിച്ച് സാത്താൻ എത്ര പാവം കുട്ടി. അവൾ ഒന്നുകൂടി കോൾ ചെയ്യാൻ ശ്രമിച്ചു. ഇല്ല, റേഞ്ചില്ല. മൊബൈൽ അവൾ അരിശത്തോടെ തലയിലേക്ക് വലിച്ചെറിഞ്ഞു. എന്തു ചെയ്യണം? ഒരു ഊഹവുമില്ല. ഒരടി നടക്കാൻ കഴിയുന്നില്ല. ഇരുട്ടിൽ ചുറ്റും വേട്ടനായ്ക്കൾ നിരന്നു നിൽക്കുന്നത് പോലെ. ഒന്നനങ്ങിയാൽ അവ ചാടി വീഴുമെന്ന ഒരു ഭീതി. പെട്ടെന്ന് ഒരു പ്രകാശം പരന്നു. ഒരു ഇരുചക്ര വാഹനത്തിൻ്റെതാണ്. അവളുടെ നെഞ്ച് പടപടാന്നിടിച്ചു. വരുന്നത് കാലനോ അതോ ദൈവമോ? അവൾ തളർന്ന് അടുത്തുള്ള ഇലക്ട്രിക് പോസ്റ്റിൽ ചാരി നിന്നു. വിയർപ്പ് കൊണ്ട് ചുരിദാറാകെ നനഞ്ഞു. ഒരു ബുള്ളറ്റാണ്, കറുത്ത ബുള്ളറ്റ്. വണ്ടി ഓടിച്ചിരുന്ന ആളെ അവൾ ശ്രദ്ധിച്ചു നോക്കി. ആളെ മനസ്സിലായ അവൾ മരവിച്ചു നിന്നു. വണ്ടി അവളുടെ മുന്നിൽ വന്നു നിന്നു. കറുത്ത പോത്തിന്റെ മുകളിൽ ഇതാ തന്റെ കാലൻ. അവൾക്ക് അയാളെ അറിയാം. ബുള്ളറ്റിന്റെ പുറത്ത് തന്നെ തുറച്ചു നോക്കിയിരിക്കുന്ന ആ കാലനെ. അയാൾ മിഴികളടയ്ക്കുന്നേയില്ല. ആ നോട്ടം നേരിടാനാവാതെ അവൾ തലകുമ്പിട്ടു നിന്നു. ശേഖരൻ, നാട്ടിലെ സ്ത്രീലമ്പടൻ. അയാളെപ്പറ്റി നാട്ടിൽ പരന്ന കഥകൾ അവളും കേട്ടിട്ടുണ്ട്. തനിക്കൊരിക്കലും അയാളൊരു കാലനാകില്ല എന്ന ഉറപ്പിൽ അതെല്ലാം കേട്ട് രസിച്ചിട്ടുമുണ്ട്. ദൂരെ നടക്കുന്ന മൃഗീയതകൾ നമുക്ക് കേട്ടും വായിച്ചും രസിക്കാൻ ഉത്സാഹമാണല്ലോ. അതെല്ലാം അഭിമുഖീകരിക്കേണ്ടി വരുമ്പോഴാണ് രസം വേദനയായി മാറുന്നത്. എത്രയെത്ര പെൺകുട്ടികളെ നശിപ്പിച്ചവൻ, എതിർത്തവരെ നിർദാക്ഷിണ്യം കൊന്നവൻ, പെൺവേട്ടക്കാരൻ. അവനിതാ ആദ്യമായി തന്റെ തൊട്ടുമുന്നിൽ, അതും തീർത്തും നിസ്സഹായമായ ഒരവസ്ഥയിൽ. സ്വയം കൊല്ലാൻ ഒരു ബ്ലേഡ് പോലും കൈവശമില്ലല്ലോ ദൈവമേ, അവൾ വിതുമ്പിപ്പോയി. എന്തുപറ്റി? അയാൾ ചോദിച്ചു. അയാളുടെ കണ്ണുകൾ തുറച്ചു തന്നെയിരിക്കുന്നു. ആ നോട്ടം തന്റെ കണ്ണ് തുളച്ച് തലച്ചോറിലേക്ക് കയറുന്നത് പോലെ. തല മരവിക്കുന്നോ? ശരീരമാകെ ഒരു തണുപ്പ് പടർന്നു കയറുകയാണല്ലോ. ഇയാളെന്താ കണ്ണുകൾ അടയ്ക്കാറില്ലേ? എന്തൊരു നോട്ടമാണ്! അയാളുടെ കണ്ണുകൾ കണ്ട് അവൾ ആകെ ചകിതയായി. പറയൂ, അയാൾ മുരണ്ടു. സ്കൂറോ? അല്ല, സ്കൂട്ടർ. പിന്നെ അവൾക്കൊന്നും പറയാൻ പറ്റിയില്ല. പാനിക് അറ്റാക്ക് വന്നതുപോലെ അവൾ നിന്ന് വിറച്ചു. അയാൾ കണ്ണുകളൊന്ന് അമർത്തി അടച്ചു. പിന്നെ ഒന്ന് പുഞ്ചിരിച്ചു. അപ്പോൾ കൊമ്പൻ മീശയ്ക്ക് താഴെ നുണക്കുഴികൾ തെളിഞ്ഞു. ഇങ്ങനെ നിന്ന് വിറയ്ക്കാൻ ഞാൻ പിശാചല്ല, മനുഷ്യനാണ്. വേണേൽ തൊട്ടുനോക്കാം. അയാൾ കൈകൾ നീട്ടി. എന്നിട്ട് ശബ്ദം കേൾപ്പിക്കാതെ ചിരിച്ചു. അപ്പോൾ ആ കണ്ണുകൾ അടഞ്ഞു. അത് കണ്ടാൽ അയാൾ ഒരു ശിശുവാണെന്ന് ആർക്കും തോന്നിപ്പോകും. പക്ഷെ അവൾക്ക് വിശ്വാസമായില്ല. ഭയന്ന് അവൾ ഒതുങ്ങി നിന്നു. കയറ്. അയാൾ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു. പെട്ടെന്നുള്ള ബുള്ളറ്റിന്റെ ആ ശബ്ദം കേട്ടാകണം അവൾ തളർന്നു വീണു. മുഖത്ത് വെള്ളം വീണപ്പോഴാണ് അവൾ ഞെട്ടി ഉണർന്നത്. മുന്നിൽ ശേഖരൻ തന്റെ മേൽ കുനിഞ്ഞിരിക്കുകയായിരുന്നു. അവൾ വല്ലാതെ കിടുങ്ങി. ഭയപ്പെടേണ്ട. അയാളുടെ ശബ്ദത്തിന് കടുവയുടെ മുരൾച്ചയുടെ ഖനമുണ്ടായിരുന്നു. സഹോദര, എല്ലാ ആശയുമറ്റ ഒരാൾ അവസാന കച്ചിത്തുരുമ്പിൽ കൈതൊട്ട് നോക്കുന്ന വിധത്തിലെന്നോണം അയാൾക്ക് നേരെ ഒന്ന് നോക്കി അവൾ വിളിച്ചു. പേടിക്കണ്ട. അയാൾ കണ്ണുകൾ അടച്ചു. എനിക്ക് വീട്ടിൽ പോണം, അവൾ വിതുമ്പി. ഞാൻ കൊണ്ടാക്കാം സഹോദരി. അയാൾ നുണക്കുഴികൾ കാട്ടി ചിരിച്ചു. സഹോദരി എന്ന വിളി അവളിൽ ആശ്വാസത്തിന്റെ ഒരു തിരി തെളിയിച്ചു. എന്തുകൊണ്ടോ എന്തോ അവൾ നിർത്താതെ കരഞ്ഞു. കിടന്ന് കരയാതെ കയറ്. അയാൾ അക്ഷമനായി. ആ അക്ഷമ അവളിൽ വീണ്ടും സംശയം ജനിപ്പിച്ചു. അവൾ അറച്ചു നിന്നു. കേറുന്നെങ്കിൽ കേറ്, അയാൾ അലറി. അയാളുടെ കണ്ണുകൾ അടയാതെ തുറച്ചു നിന്നു. ഞാൻ നടന്നു പൊയ്ക്കോളാം. ഈ രാത്രിയിലോ? കേറി. അതൊരലർച്ച തന്നെയായിരുന്നു. അവൾ കരഞ്ഞുകൊണ്ടോടി ബുള്ളറ്റിന്റെ പുറകിൽ കയറി. മിടുക്കി. അമിതമായ ഉത്കണ്ഠയോ ബുള്ളറ്റ് മുന്നോട്ടെടുത്തതിന്റെ ഒച്ചയോ എന്തോ അല്പനിമിഷം അവളുടെ ഹൃദയമെടുപ്പിനെ നിലപ്പിച്ചു കളഞ്ഞു. അവൾ തളർന്ന് അയാളുടെ മുതുകിലേക്ക് ചാഞ്ഞു. അല്പനിമിഷത്തിനകം ഭൂമിയിലെ സകല ജീവികളെയും എന്ന പോലെ ശത്രുവിൽ നിന്നവൾ ഭയന്ന് വേർപെട്ടു. അയാൾ ശബ്ദമുയർത്തി ചിരിച്ചു. എന്തിനാണ് ഇയാൾ ചിരിച്ചത്? എങ്ങോട്ടേക്കാണ് ഇയാൾ എന്നെ കൊണ്ടുപോകുന്നത്? കൊടുങ്കാറ്റ് പോലെ ചോദ്യങ്ങൾ അവളിൽ ആഞ്ഞു വീശി. മനസ്സിൽ ഭീതിയുടെ ഇടിമുഴക്കങ്ങൾ. ബുള്ളറ്റ് കാട്ടുപാതയിൽ നിന്ന് വേറൊരു കാട്ടുപാതയിലേക്ക് തിരിഞ്ഞു. ഇതല്ലല്ലോ വഴി, അവൾ ഭയത്തോടെ പറഞ്ഞു. മിണ്ടാതിരിക്ക്, അയാൾ മുരണ്ടു. ഭയം തലയിൽ കയറി അവൾക്ക് മിണ്ടാൻ കഴിയാതെയായി. അവൾ ദൈവവിശ്വാസിയല്ലായിരുന്നു. പക്ഷേ അപ്പോൾ അവൾക്ക് ആശ്രയിക്കാൻ ദൈവമല്ലാതെ മറ്റാരും തന്നെ ഉണ്ടായിരുന്നതുമില്ല. ബുള്ളറ്റ് കുറച്ചോടി ഒരു യെസ് വളവിൽ നിന്നു. നീ ഇവിടെ നിൽക്ക്, ഞാനിപ്പോൾ വരാം. അയാൾ ഒരു ഊടുവഴിയിലേക്ക് നടന്നു. ഇരുട്ടിൽ അവളും ഒരു ബുള്ളറ്റും മാത്രം. ആളെ കൂട്ടാനാണോ അയാൾ പോയിരിക്കുന്നത്?
മദ്യത്തിനൊപ്പം അയാൾക്കും കൂട്ടർക്കും തൊട്ടുകൂട്ടാനുള്ള പെണ്ണിറച്ചിയാണോ താനെന്ന് അവൾ ഫോൺ എടുത്തു. പക്ഷെ അത് പ്രവർത്തനരഹിതമായിരുന്നു. താൻ ഫോൺ മുൻപ് റോഡിൽ എറിഞ്ഞുടച്ചതിന്റെ ഫലം. ഭർത്താവിന്റെ മുന്നിൽ കാട്ടുന്നതൊന്നും നടുറോഡിൽ കാട്ടിക്കൂടാ എന്ന പാഠം അവൾക്ക് അപ്പോൾ മനസ്സിലായി. ഭയത്തിന്റെ നെരിപ്പോടിൽ ഉരുകി ഉരുകി ചെറിയ ഒരു ശബ്ദത്തിൽ പോലും ഞെട്ടിവിറച്ച് അവൾ അവിടെ നിന്നു. സെക്കൻഡുകൾ മണിക്കൂറുകൾ പോലെ കടന്നുപോയി. കുറച്ചു സമയം കഴിഞ്ഞ് അയാൾ വന്നു. ഒറ്റയ്ക്കാണ്. അവളിലെ ആധി തെല്ലൊന്നു കുറഞ്ഞു. അയാളുടെ കണ്ണുകളിലേക്ക് നോക്കാനാകാതെ അവൾ കുനിഞ്ഞു നിന്നു. കയറ്, അയാൾ മുരണ്ടു. അവൾ പെട്ടെന്ന് ചാടി ബുള്ളറ്റിന്റെ പുറകിൽ കയറി. ഭയത്തിന്റെ തീരത്തു നിന്നും എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം അവൾക്ക്. ഞാൻ ഒരു കുപ്പി മദ്യം കൊടുക്കാൻ പോയതാണ്, എന്റെ ഒരു സുഹൃത്തിന്. ഞാൻ പട്ടണത്തിൽ പോയതറിഞ്ഞ് അവൻ വിളിച്ചു പറഞ്ഞതാണ്. സത്യത്തിൽ ഈ മൊബൈൽ ഫോൺ വല്ലാത്ത ശല്യമാണ്. അവൾ ഒന്നും ചോദിക്കാതെ തന്നെ അയാൾ പറഞ്ഞു. അവൾ മിണ്ടാതിരുന്നു. നാവ് തൊണ്ടക്കുഴിക്കും താഴെ പോയിരുന്നു. ഞാൻ ഒന്നും പറയാതെ പെട്ടെന്ന് പോയപ്പോ പേടിച്ചുവല്ലേ? പേടിക്കണം, അതാണ് ഞാനും ഉദ്ദേശിച്ചത്. പേടിച്ച് പേടിച്ചേ പേടിയില്ലാതാവൂ. ധൈര്യം എങ്ങനെയും ഉണ്ടാക്കാം, പക്ഷെ പേടി മാറണമെങ്കിൽ അനുഭവങ്ങൾ വേണം. നിന്റെ പേടി മാറിയോ? അയാൾ ചോദിച്ചു. ഇല്ല. അവളത് പറയുമ്പോൾ കുറച്ചു പേടി അവളിൽ നിന്ന് വിട്ടകന്നിരുന്നു. നീ എന്നെപ്പറ്റി കേട്ട കഥകൾ എനിക്ക് സങ്കല്പിക്കാനാകും. അത് നിന്റെ വർഗം തന്നെ നിനക്ക് തന്ന എരിവും പുളിയുമുള്ള കഥകൾ. വിരസമായ ലൈംഗിക ജീവിതത്തെ ഉണർത്താൻ നിന്റെ വർഗം തന്നെ പറഞ്ഞു നടന്ന് കോൾമയിർ കൊണ്ട എന്റെ ജീവിത കഥ. ഞാനൊരു ഭീകരനല്ല, വെറുമൊരു സാധു. ഞാനൊരു അവിവാഹിതനാണ്. സെക്സ് ഒരു ശാരീരിക ആവശ്യവുമാണ്. എനിക്കിഷ്ടമുള്ളവരുമായി ഞാൻ ചങ്ങാത്തം കൂടും. പക്ഷെ എന്നെ ഇഷ്ടപ്പെട്ടു വരുന്ന പെണ്ണിനെ അല്ലാതെ വേറെ ആരോടും ഞാൻ ബന്ധം സ്ഥാപിക്കാറില്ല. ഒരു കുടുംബവും ഞാനിതുവരെ തകർത്തിട്ടുമില്ല. ഒന്ന് നിർത്തി അയാൾ തുടർന്നു. ബലപ്രയോഗത്തിലൂടെയോ ചതിയിലൂടെയോ ഞാൻ ഇന്നുവരെ ഒന്നും സ്വന്തമാക്കിയിട്ടില്ല. പക്ഷേ കഥകളിൽ എന്തെല്ലാം എന്തെല്ലാം. ഏതു കഥകളിലാണ് സത്യമുള്ളത്? ഞാൻ കേട്ട കഥകളൊക്കെ പെണ്ണുങ്ങളുടേതാണ്. അവൾക്ക് സംസാരിക്കാനുള്ള ധൈര്യം വന്നിരുന്നു. ആണുങ്ങളുടെ കഥകളുമുണ്ട്, അത് മറ്റൊരു വിധത്തിൽ. അതിൽ ഞാനൊരു വീരപുരുഷൻ. എല്ലാം കള്ളക്കഥകൾ. സത്യമേതാണ്, അയാൾ പറഞ്ഞു. എന്തിനിങ്ങനെ ഇമവെട്ടാതെ തുറച്ചു നോക്കുന്നു? ധൈര്യം വീണ്ടെടുത്ത അവൾ ചോദിച്ചു. അയാൾ ചിരിച്ചു. വീടെത്തി, അവൾ പറഞ്ഞു. ബുള്ളറ്റിന്റെ ഒച്ച കേട്ട് വീട്ടിൽ ലൈറ്റ് തെളിഞ്ഞു. അവളുടെ ഭർത്താവ് ഇറങ്ങി വന്നു. ശേഖരനെ കണ്ടതും ഭർത്താവിന്റെ മുഖം ഇരുണ്ടു. ഈ ആഭാസനോടൊപ്പം ഈ രാത്രിയിൽ എവിടായിരുന്നടി പിഴച്ചവളെ? ഭർത്താവ് ദേഷ്യത്തോടെ അലറി. വവ്വാല് തിന്ന പഴം മനോജിന് വേണ്ട, പൊയ്ക്കോ, ഇവന്റെ കൂടെ പൊയ്ക്കോ. അയാൾ ദേഷ്യം കൊണ്ട് വിറച്ചു. അപമാനത്താലും സങ്കടത്താലും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ശേഖരൻ ആർദ്രതയോടെ അവളെ നോക്കി. മനോജെ, വവ്വാല് തിന്ന പഴം ഇതിനു മുമ്പ് മനോജ് തിന്നിട്ടില്ല അല്ലേ? ഞാൻ പഴയ കഥകൾ ഇവിടെ വിളമ്പണോ? ചെറുചിരിയോടെ ശേഖരൻ മനോജിന്റെ അടുത്തേക്ക് ചെന്ന് കണ്ണുകളിലേക്ക് ഇമ വെട്ടാതെ നോക്കി. ആ നോട്ടത്തെയും ചോദ്യത്തെയും നേരിടാനാകാതെ മനോജ് നിന്ന് പരിങ്ങി. ശേഖരൻ തുടർന്നു. സംശയമൊക്കെ നല്ലതാണ്, പക്ഷെ അതൊരു രോഗമാകരുത്. എന്താണ് സംഭവിച്ചത് എന്നെങ്കിലും നിനക്ക് അവളോട് ചോദിക്കാമായിരുന്നു. വിചാരണയില്ലാതെ ശിക്ഷ വിധിക്കുന്ന സൈക്കോ ഏകാധിപതിയാകരുത് ഭർത്താവ്. പിന്നെ എന്നെക്കുറിച്ച് മാന്യന്മാരാണെന്ന് പറഞ്ഞ് ഈ നാട്ടിൽ ഞെളിഞ്ഞു നടക്കുന്ന അവന്മാർക്കില്ലാത്ത ഒരു കാര്യം എനിക്കുണ്ട്. എനിക്ക് അമ്മയും പെങ്ങളെയും തിരിച്ചറിയാനുള്ള മൂളയുണ്ട്. കേട്ടോടാ വവ്വാലെ. ശേഖര, അത് മനോജ് എന്തോ പറയാൻ ഒരുങ്ങി. വായടക്കടാ, ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. 5 വർഷം നിന്നോട് കഴിഞ്ഞ ഇവളെ നിനക്ക് വിശ്വാസമില്ല. നീ ഇവളെ ഇറക്കി വിട്ടാൽ ഞാൻ കൊണ്ടുപോകും. ഈ ഇരുട്ടത്ത് ഇവളെ തനിച്ചാക്കി ശേഖരൻ പോയില്ല. കാരണം ഇവളെന്നെ സഹോദര എന്നൊരു വിളി വിളിച്ചു. സഹോദര എന്ന് വിളിച്ച ഏതൊരു പെണ്ണിനും ഞാൻ സഹോദരൻ തന്നെ. നിന്നെ പോലുള്ള മഞ്ഞപ്പിത്തക്കാർക്കത് മനസ്സിലാകില്ല. നിങ്ങൾക്കൊക്കെ സ്ത്രീ എന്നും വെറും ശരീരം മാത്രം. മനോജ് തരിച്ചു നിന്നു. അവൻ പറഞ്ഞു, സോറി, ഞാനൊരു ദേഷ്യത്തിന്. ശേഖരൻ ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി തല ചരിച്ച് മനോജിനെ നോക്കി ചോദിച്ചു, നിനക്ക് വേണ്ടെങ്കിൽ പറ, ഞാൻ കൊണ്ടുപോയിക്കോളാം. മനോജ് പെട്ടെന്ന് അവളെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, വേണ്ട. ഒരു ചെറുചിരിയോടെ ആ ബുള്ളറ്റ് അകന്നു പോയി.